So hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് UGC നെറ്റ് പേപ്പർ 1 കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണിത്. സോ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. സോ വാട്ട് ആർ ബാരിയേഴ്സ്? എന്താണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിൽ വരുന്ന നോയ്സസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ വായിക്കാം. സം ഇന്ററപ്ഷൻസ് ഓർ നോയ്സ് ദാറ്റ് ക്രീപ് ഇൻ ടു ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മേക്സ് ദി പ്രോസസ് ഇൻഎഫക്റ്റീവ്. ഓക്കെ, ദിസ് ക്യാൻ മേക്ക് ദ മെസ്സേജ് മിസ്ഇന്റർപ്രറ്റഡ് ഓർ ഡിസ്റ്റോർട്ടഡ്. അതായത് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും നോയ്സസോ അല്ലെങ്കിൽ ഇന്ററപ്ഷൻസോ കയറി വരും. പല രീതിയിലുള്ള നോയ്സുകളും ഇന്ററപ്ഷൻസും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ അങ്ങനെ ഒരു ഇന്ററപ്ഷൻ അല്ലെങ്കിൽ ഒരു തടസ്സം അതിൽ കയറി വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അത് ബാധിക്കും ആൻഡ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ് ആവും. സോ അങ്ങനെ വരുന്ന നോയ്സസിനെയോ ഇന്ററപ്ഷൻസിനെയോ ആണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബാരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ മെസ്സേജ് മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം, തെറ്റിപ്പോവാം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് പറയുന്നതായിരിക്കത്തില്ല ചിലപ്പം ലിസൺ ചെയ്യുന്ന ആള് മനസ്സിലാക്കുന്നത്. അതാണ് മിസ്ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആവാം, അതായത് നോയ്സി ആവാം. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ബാരിയേഴ്സ് ഒബ്സ്ട്രക്ട് ദി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ്നെസ്, ഹെൻസ് കമ്മ്യൂണിക്കേഷൻ ഫെയിൽസ്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോ. ഓക്കെ, നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ഇവിടെ ഉണ്ട്, അയാൾ ലിസണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. സോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ബാരിയേഴ്സ് വന്നാൽ ഈ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനെ ഇത് എഫക്ട് ചെയ്യും, അതായത് തടസ്സങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലാണ്ടായിപ്പോയി. ഓക്കെ, സോ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുമോ? ഇല്ല. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് ഫെയിൽ ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, പല ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. നമുക്കൊരു അറൌണ്ട് 10 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് നോർമലി എന്ന് പറയുന്നത്. ഫിസിക്കൽ ബാരിയർ, ടെക്നിക്കൽ ബാരിയർ, സോഷ്യൽ ബാരിയർ, സെമാന്റിക് ഓർ ലാംഗ്വേജ് ബാരിയർ. സെമാന്റിക് ബാരിയറിനെ തന്നെയാണ് നമ്മൾ ലാംഗ്വേജ് ബാരിയർ എന്ന് വിളിക്കുന്നത്. കൾച്ചറൽ ബാരിയർ, psychological barrier, perceptual barrier, physiological barrier, organizational barrier, attitude barrier. Okay, ഇങ്ങനെ 10 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫിസിക്കൽ ബാരിയർ. ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ബാരിയർ. ഓക്കെ, ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ ലൊക്കേഷൻ ബേസ് ചെയ്ത് വരുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ വരുന്ന ഇഷ്യൂസ്. ഇപ്പൊ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ ക്ലാസ് റൂം എക്യുപ്മെന്റ്സിൽ വരുന്ന ഇഷ്യൂസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദി റിസീവർ. ഇപ്പം ഒരു വലിയ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ സെന്റർ ടീച്ചർ ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, സ്റ്റുഡൻസ് ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വരുന്ന ഇഷ്യൂസ്. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെന്റർ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര നോയ്സി ആണ്, ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാണ്, അല്ലെങ്കിൽ മഴ, ഇപ്പം ഷീറ്റ് ഒക്കെ ഇട്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മഴ പെയ്യുമ്പം ഭയങ്കരമായിട്ട് നോയ്സ് വരും. അപ്പൊ അങ്ങനെയുള്ള നോയ്സുകൾ, അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അതേപോലെ ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും ഓഡിബിൾ അല്ലാണ്ട് വരും. അപ്പം ചിലപ്പം എന്താ, ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്ന ഐസ്ക്രീം എന്നാണ് പറയുന്നത് വെച്ചാൽ ഐസ്ക്രീം ഭയങ്കര നോയ്സി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നല്ല ദൂരത്തു നിന്നാണ് പറയുന്നതെങ്കിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഐസ്ക്രീം എന്നായിരിക്കും, പക്ഷെ കേട്ട ആള് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഐസ്ക്രീം എന്നാണ്. ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ മിസ്ഇന്റർപ്രിട്ടേഷൻസ് വരാം. അതായത് എന്താണോ പറഞ്ഞത് അതല്ലായിരിക്കും കേൾക്കുന്ന ആള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നോയ്സ് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ടെക്നിക്കൽ ബാരിയർ. നമുക്കറിയാം, നമ്മളിപ്പം പല ഡിവൈസസ്, ഇപ്പം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ പല ഡിവൈസസ് യൂസ് ചെയ്യും. അപ്പം അതിൽ വരുന്ന ടെക്നിക്കൽ ഇഷ്യൂസ്, ഹാർഡ്വെയറിലോ സോഫ്റ്റ്വെയറിലോ വരുന്ന ടെക്നിക്കൽ ഇഷ്യൂസ്, നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം. ഇപ്പൊ റേഞ്ച് ഇല്ല, ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തും റേഞ്ച് ഇഷ്യൂസ് വരാറുണ്ട്. അതേപോലെ മൈക്ക് ചിലപ്പം എന്തെങ്കിലും ആ വയർ കണക്ഷനിൽ ബ്രേക്കേജ് ഉണ്ടെങ്കിൽ പൊട്ടൽ വരും, സംസാരിക്കുമ്പോൾ ബ്രേക്കേജ് വരും. അതേപോലെ ഹാർഡ്വെയർ, ഇപ്പം എന്റെ ഡിവൈസിന്, എന്റെ പെൻ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പെന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതാൻ പറ്റാണ്ട് വരും, അപ്പം ഗ്യാപ്പ് വരും.
ചില വേർഡ്സ് എഴുതുമ്പോൾ ഗ്യാപ്പ് ഒക്കെ വരും. അപ്പം അതൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വേർഷൻ ഇഷ്യൂസ് വരാം. ഇപ്പൊ ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ ആയിരിക്കത്തില്ല മറ്റൊരാൾ യൂസ് ചെയ്യുന്നത്, അപ്പം വരുന്ന പ്രോബ്ലംസ്, അതൊക്കെയാണ് ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ബാരിയർ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റാങ്ക് റിലേറ്റഡ്, അതായത് ഇൻകം, അതൊരു എന്താ പറയാ, അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസങ്ങളാണത്. അതായത് ഇൻകം അല്ലെങ്കിൽ ജോബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്ററിനെ ജഡ്ജ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നു, അങ്ങനെ ചില പ്രശ്നങ്ങൾ വരില്ലേ. അപ്പം അതൊക്കെയാണ് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പം സുപ്പീരിയർ സബോർഡിനേറ്റ് ആ ഒരു അങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷനുകളിലാണ് ഇത് വരുന്നത്. ഇപ്പം ഒരു സബോർഡിനേറ്റ് പറയുന്ന ഒരു കാര്യം ചിലപ്പം സുപ്പീരിയർ ഓഫീസർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അത് ഇൻകമിന്റെ ബേസിസിലാവാം, എഡ്യൂക്കേഷന്റെ ബേസിസിലാവാം, ജോബിന്റെ ബേസിസിലാവാം, അങ്ങനെ എന്തിന്റെ ബേസിസ്, ഈവൻ ഏജിന്റെ ഇതിലാവാം. നമ്മൾ പറയാറില്ല നീ കൊച്ചുനാണ് ഒന്നും പറയണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതാണ് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റാങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ബാരിയേഴ്സ്. നെക്സ്റ്റ് സെമാൻറ്റിക് ബാരിയർ. സെമാൻറ്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ്. അതായത് ഇപ്പം ഒരേ വാക്ക് തന്നെ പലരും പല രീതിയിൽ പല അർത്ഥം വരും ചില സമയത്ത്. സോ അതാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പം നമുക്കിപ്പം കേരളത്തിനകത്ത് തന്നെയായാലും ചില വാക്കുകൾക്ക് പല സ്ഥലത്ത് പല അർത്ഥമാവും. ഇപ്പം കോട്ടയം ഭാഗത്തൊക്കെ മണ്ടക്കെന്ന് പറഞ്ഞാൽ മേളിലെന്നാണ്, പക്ഷെ ചില ഭാഗത്തോട്ട് മണ്ടക്കെന്ന് പറഞ്ഞാൽ തല എന്നുള്ള ഹെഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ അതൊരു ടിപ്പിക്കൽ സെമാൻറ്റിക് ബാരിയർ ആണ്. പിന്നെ അതേപോലെ ഗ്രാമാറ്റിക്കൽ എറർ, ഗ്രാമർ മിസ്റ്റേക്കുകൾ വരിക, അതൊരു സെമാൻറ്റിക് ബാരിയർ ആണ്. ഗ്രാമർ മിസ്റ്റേക്ക്, ഇപ്പൊ എത്ര നന്നായി പറഞ്ഞാലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ വരും, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അതേപോലെ പങ്ക്ച്വേഷൻ, ഇപ്പൊ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പങ്ക്ച്വേഷൻ, കോമ, ഫുൾ സ്റ്റോപ്പ്, അതൊക്കെ ഇപ്പം നോ യു ടേൺ, ഇപ്പം ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നോ യു ടേൺ, ഇല്ല യു ടേൺ എടുത്തോ. അതേപോലെ അടുപ്പിച്ചാണ് നോ യു ടേൺ എങ്കിൽ യു ടേൺ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പം അങ്ങനത്തെ പങ്ക്ച്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്. അതേപോലെ വാക്കുകൾ, അതേപോലെ വെരി ടഫ് ആയിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്, ടഫ് വേർഡ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സെമാൻറ്റിക് ബാരിയർ ആണ്. കാരണം അവിടെ ലാംഗ്വേജിൽ വരുന്നൊരു ഇഷ്യൂ ആണ്. പിന്നെ രണ്ടുപേര് രണ്ട് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതായത് ഇപ്പം ഒരാൾ പഞ്ചാബി ആൻഡ് അതർ പേഴ്സൺ ഇസ് എ തമിഴ് സ്പീക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ അവിടെയും ഒരു സെമാൻറ്റിക് ബാരിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ബാരിയർ. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും വരാറുണ്ട്. അതായത് കൾച്ചർ ഡിഫറൻസുകൾ വരാറുണ്ട്. ലാംഗ്വേജ്, സിംബൽസ്, ട്രഡീഷൻസ്, റിച്വൽസ്, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം ഇതൊക്കെ ചിലപ്പം കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില സിംബൽസ് ഉണ്ട്. ഇപ്പം ചില സിംബൽസിന് ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ ഒരു ഗുഡ് മീനിങ് ആണ്, ചിലതിൽ അതിന് ബാഡ് മീനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മീനിങ് ആയിരിക്കും. അപ്പൊ അതൊരു കൾച്ചറൽ ബാരിയർ ആണ് അവിടെ വരുന്നത്. ഒരു സിംബൽ തന്നെ രണ്ടു പേർക്കും രണ്ടായിട്ടായിരിക്കും അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ അപ്പം ചില കൾച്ചറിൽ ഗുഡ് ലക്ക്, വിക്ടറി എന്നുള്ള സിംബൽസ് വേറെ കൾച്ചറിൽ വരുമ്പോഴത്തേക്കും അത് ഒരു നെഗറ്റീവ് ടോൺ ആയിരിക്കും. അപ്പം ആ രണ്ട് കൾച്ചറൽ ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും. സോ ആ കോൺഫ്ലിക്ട് കാരണം അതൊരു ബാരിയർ ആയിട്ട് എഫക്ട് ചെയ്യും. സോ അതാണ് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ ബാരിയർ. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ മൂഡ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് വരുന്ന ബാരിയേഴ്സ് ആണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പം എന്താ പറയാ, നമുക്ക് ഇമോഷണലി നമ്മുടെ മെന്റൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും നമ്മളൊരു കാര്യത്തിനെ ചിലപ്പം ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം ഒരാളൊരു കാര്യം വന്നിട്ട് പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ പറയത്തില്ലേ എന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല, ഇപ്പൊ എന്നോട് ഒന്നും പറയണ്ട, നമ്മൾ പറയും. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ അപ്പോഴത്തെ ഇമോഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൗൺ ആണ്, നമ്മൾ സാഡ് ആണ്. അപ്പൊ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റേസ് ആയി പോവാം, അല്ലെങ്കിൽ നമ്മളത് ശരിക്കും മനസ്സിലാക്കിയെന്ന് വരില്ല.
ഇപ്പം ദേഷ്യം പിടിച്ച് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരാളോട് പോയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും അയാൾ ഭയങ്കരമായിട്ട് തിരിച്ച് ദേഷ്യപ്പെടും. നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്താ പോയി പറയുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമായിരിക്കും അത്. അപ്പൊ അവിടെ എന്താ വരുന്നത്, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ് അവിടെ വരുന്നത്. നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ മൂഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സൈക്കോളജിക്കലി വരുന്ന വേറൊരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വിശ്വാസം, അതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണല്ലേ. ഇതിപ്പോ ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഞാൻ എഴുതിയിട്ട് വരുന്നില്ല, ദാറ്റ്സ് എ ടെക്നിക്കൽ ഇഷ്യൂ. ഓക്കെ, സൈക്കോളജിക്കൽ ബാരിയർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ട്രസ്റ്റ്. ട്രസ്റ്റ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ആണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ. ഇപ്പം ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയുവാണ്, അപ്പം നിങ്ങളത് ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ, അല്ലെ. ആ വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് പറയും, ശരിയായിരിക്കും ഈ പറയുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരും, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറയും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ബാരിയർ വരും. ഓക്കെ, അപ്പൊ അതാണ് ട്രസ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, പിന്നെ നമ്മളിപ്പം വിഷമിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ ആംഗ്രി ആയിട്ടിരിക്കുമ്പം ഗുഡ് മൂഡിലല്ല എന്നുണ്ടെങ്കിൽ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കാണെങ്കിൽ പോലും ഇപ്പൊ കമ്മ്യൂണിക്കേറ്ററിനാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ ഇമോഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ തന്നെ എഫക്ട് ചെയ്യും. കാരണം ഇപ്പൊ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഈസി ഫ്ലോ ആണ്, ഇൻഫർമേഷന്റെ ഫ്ലോ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. അതായത് ഇപ്പം ഞാൻ വളരെ സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പം അല്ലെങ്കിൽ പറയുമ്പം അതിനത് എഫക്ട് ചെയ്യും. എന്റെ ആ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവത്തില്ല. സോ അതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർസെപ്ഷൻ ബാരിയർ. ഓക്കെ, അതാണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു, ഹൗ വി പെർസീവ്. അതായത് ഒരു ആള് പറയുന്ന കാര്യം ഞാൻ റിസീവ് ചെയ്തിട്ട് ഞാൻ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും ആ എടുക്കുന്ന അർത്ഥം. ഇപ്പൊ പറയുന്ന ഒരാള് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, പക്ഷെ ഞാനത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് മനസ്സിലാക്കിയത് എന്നുണ്ടെങ്കിൽ അതിനാണ് പെർസെപ്ഷൻ ബാരിയർ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് നമ്മൾ പറയാറുണ്ട്, ഒരേ എക്സ്പീരിയൻസ് രണ്ടു പേർക്ക് കിട്ടിയാൽ പോലും അവർ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അതിനെ എടുക്കുന്നത്. ആ ഓരോരുത്തർക്കും ഓരോ പെർസെപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വ്യൂസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഡിഫറൻസുകളാണ് പെർസെപ്ഷൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഒരു ഹാഫ്, നമ്മൾ കുറെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ഒരാള് തിങ്ക് ചെയ്യുന്നത് ഇത് ഹാഫ് എം ടി ആണെന്നായിരിക്കും, അല്ലെ ഹാഫ് എം ടി എന്നായിരിക്കും ഒരാള് എടുക്കുന്നത്, ഹാഫ് എം ടി. മറ്റൊരാള് എടുക്കുന്നത് ഓക്കെ ഇത് ഹാഫ് ഫുൾ ആണല്ലോ, പകുതിയെങ്കിലും ഉണ്ടല്ലോ. ഒരാൾ പകുതി ഇല്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്, മറ്റേ പകുതി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. വേറൊരാൾ ചിന്തിക്കുന്നത് ബാക്കി പകുതി എങ്ങനെ നിറയ്ക്കാമെന്നായിരിക്കും. കാരണം അതാണ് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് ഡിഫറെന്റ് പെർസെപ്ഷൻസ് ആയിരിക്കും ഒരേ കാര്യത്തെ പറ്റി തന്നെ. സോ അപ്പം അതിൽ വ്യത്യാസങ്ങൾ വരും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഒരാൾ പറയുന്ന കാര്യം ഒരാൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഓരോരുത്തരും ഇതിനെ പെർസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം കമ്മ്യൂണിക്കേറ്റർ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയല്ല നമ്മൾ പെർസീവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് വരും. സോ അതാണ് പെർസെപ്ഷൻ ബാരിയർ എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം വിഷൻ ഇംപയർമെന്റ്, പ്രോപ്പർ വിഷൻ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഹിയറിംഗ് ഡിസോർഡർ, സ്പീച്ച് ഡിസോർഡർ, അതുപോലെ ഷോർട്ട് ടേം മെമ്മറി ലോസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സിമിലർലി ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു ഉച്ചയൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിച്ചില്ല, നമുക്ക് വിശക്കും, അതൊരു ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഹംഗ്രി ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. സിമിലർലി ഭയങ്കര തലവേദനയാണ്, ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ഹെഡേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ശ്രദ്ധിക്കില്ല ക്ലാസ്സിൽ, റൈറ്റ്? നമ്മളാണെ പോലും പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഡള്ളായിരിക്കും അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു മൂഡിൽ അവർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല. സോ അത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓർഗനൈസേഷണൽ ബാരിയർ. ഓർഗനൈസേഷണൽ ബാരിയറും ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ബാരിയർ ആണെന്ന് വേണമെങ്കിൽ പറയാം.
ഇൻ ദ സെൻസ് ഒരു ഓർഗനൈസേഷനിൽ തന്നെ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് തമ്മിൽ വരുന്ന ബാരിയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം കുറച്ചു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സുപ്പീരിയർ ഓഫീസർ ഉണ്ട്. ഓക്കെ, നമ്മൾ മാനേജർ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഷോറൂം മാനേജർ ഉണ്ട്, ആൻഡ് ഓൾസോ ദർ ഇസ് എ സെയിൽസ് ഗൈ, സെയിൽസ് ടീം ഉണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കാം. അപ്പം ഇവിടെ ഒരു ഓർഗനൈസേഷണൽ ബാരിയർ വരും. അതായത് സെയിൽസ് എക്സിക്യൂട്ടീവിന് മാനേജറിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സജഷൻ അങ്ങോട്ട് പറയണം എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പേടി വരും, അല്ലെങ്കിൽ ഒരു ചമ്മൽ വരും. നമുക്കാണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രിൻസിപ്പലിനോട് പോയിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നമുക്കൊരു ഹിൻഡറിങ് വരും, അല്ലെങ്കിൽ ഒരു ഹിൻഡ്രൻസ് വരും, നമുക്കൊരു പേടി എന്നുള്ളൊരു ഫാക്ടർ വരും. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പൊ അതൊരു വാല്യുബിൾ സജഷൻ ആണെങ്കിൽ പോലും ചെന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം പേടിച്ച് മടിച്ചൊക്കെ പറയുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരില്ല. അതേപോലെ വേറൊരു പ്രശ്നമാണ്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ചെന്ന് മാനേജറിനോട് പറയുമ്പോൾ മാനേജറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബിക്കോസ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വന്ന് പറയുന്ന ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊരു ബാരിയർ ആണ് ആ ഓർഗനൈസേഷനിൽ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഓർഗനൈസേഷനിൽ തന്നെ വരുന്ന വേറൊരു പ്രശ്നം, ഇപ്പം കുറെ ലെവൽസ് ഓഫ് ഹൈറാർക്കി ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ മാനേജറിന്റെ മേളിൽ തന്നെ സിഇഒ ഉണ്ട്, പിന്നെ മാനേജർ, പിന്നെ ബ്രാഞ്ച് ഹെഡ്, ടീം ലീഡ്, പിന്നെയാണ് എക്സിക്യൂട്ടീവ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ ലോസ് ഉണ്ടാകും. അങ്ങനെ പല പ്രശ്നങ്ങളും വരാം. അപ്പൊ അതൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ആറ്റിറ്റ്യൂഡ് ബാരിയർ. ആറ്റിറ്റ്യൂഡ് ബാരിയർ എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന ബാരിയേഴ്സ്. അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീഫ്, വാല്യൂസ്, മോറൽ, നമ്മുടെ ഒരു ചിന്താഗതികൾ ഉണ്ടല്ലോ, മോറൽ സൈഡ് ചിന്താഗതികൾ. അപ്പം അതുകൊണ്ട് വരുന്ന പ്രോബ്ലംസിനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ബാരിയർ എന്ന് പറയുന്നത്. അത് ഈച്ച് പേഴ്സൺ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. ഇപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കത്തില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ചിലപ്പം റോങ് എന്നായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താ പറയാ ഒരു ബാരിയർ ഉണ്ടല്ലേ. അപ്പം ഞാൻ വളരെ ശരിയെന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് മറ്റൊരാൾക്കത് എന്താ പറയാ, അത് അയാളെ സംബന്ധിച്ച് അത് ശരിയല്ല എന്നാണെങ്കിൽ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ബാരിയർ വരാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പം എനിക്കത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫുൾ പോയിന്റ്സ് പറയില്ല, അല്ലെങ്കിൽ അത്ര ഈസി ആയിരിക്കത്തില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻസ്. അങ്ങനെ ഒരു പ്രശ്നവും വരും. അത് വരുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അയാൾ കേട്ട് വളർന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ടു വളർന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ആറ്റിറ്റ്യൂഡ് വാല്യൂസിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു കമ്മ്യൂണിക്കേഷനിൽ ശരിക്കും ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് അറ്റ് ടൈംസ്. ഓക്കെ, പക്ഷെ അതൊരു നോർമൽ കാര്യമാണ്, ഒരു നോർമൽ ഹ്യൂമൻ കാര്യമാണെങ്കിൽ പോലും അത് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ ആവാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് 10 ബാരിയേഴ്സ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയായിരുന്നു എന്ന. ഫിസിക്കൽ ബാരിയർ, ടെക്നിക്കൽ ബാരിയർ, സോഷ്യൽ ബാരിയർ, സെമാൻറ്റിക് ബാരിയർ അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ എന്ന് വിളിക്കാറുണ്ട്, കൾച്ചറൽ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, പെർസെപ്ച്വൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ബാരിയർ. ഓക്കെ, ഫിസിയോളജിക്കൽ എന്നുള്ള വാക്ക് പെട്ടെന്ന് ഇപ്പൊ ക്വസ്റ്റൻസിലൊക്കെ കാണുമ്പോൾ സൈക്കോളജിക്കൽ എന്ന് വായിക്കരുത്. ഫിസിയോളജി മീൻസ് ഹെൽത്ത് റിലേറ്റഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാരിയേഴ്സ്. അപ്പൊ നമ്മളിപ്പോ കുറെ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് കണ്ടു. ഇനി ബാരിയേഴ്സിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇന്ന സ്ഥലങ്ങളിൽ ബാരിയേഴ്സ് ഉണ്ടാവാം എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന 3 ക്ലാസിഫിക്കേഷൻ ആണ്: സെന്റർ ഓറിയന്റഡ്, റിസീവർ ഓറിയന്റഡ് ആൻഡ് ചാനൽ ഓറിയന്റഡ്. ഓക്കെ, സെന്റർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ സെന്റർ സൈഡിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് സിറ്റുവേഷൻസ് ഓഫ് എ സെന്റർ ദാറ്റ് ഹാമ്പർ ദ കമ്മ്യൂണിക്കേഷൻ. അതായത് സെന്ററിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷനെ ഹാമ്പർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുന്ന സെന്ററിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ സെന്റർ ഓറിയന്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പം സെന്ററിന്റെ സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന
എൻവിയോൺമെന്റ് ആവാം, സറൗണ്ടിങ്സ്. ഇപ്പം എന്താ കുറെ ഭയങ്കര, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതെന്ന് വെച്ചാൽ മഴയുടെ സൗണ്ട്, ഇടി വെട്ടുന്നു, ആ പ്രശ്നങ്ങൾ. പിന്നെ ഒപ്പീനിയൻ, സെന്ററിന്റെ ഒപ്പീനിയൻ മാത്രം കൺസിഡർ ചെയ്താണ് സെന്റർ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ റിസീവേഴ്സിന് അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ ഒരു ന്യൂട്രൽ ആയിട്ട് എപ്പോഴും സംസാരിക്കാൻ ശ്രദ്ധിക്കുക സെന്റർ. അപ്പൊ അങ്ങനെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ പാറ്റേൺ, ഇപ്പം സംസാരിക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ കാണത്തില്ല ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ, അപ്പം അതിപ്പം റിസീവർക്കോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആൾക്കോ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് പാറ്റേൺ ആണെങ്കിലും അതൊക്കെ ഒരു ബാരിയർ ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്, ഇപ്പൊ സെന്റർ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഒരു രീതിക്കാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ ആ സെന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഒരു ബാരിയർ ആവാം. പിന്നെ ലാക്ക് ഓഫ് നോളജ്, ഇപ്പം എന്താ ഒരു കാര്യത്തെ പറ്റി ഫുൾ അറിയാണ്ട് സംസാരിക്കുമ്പോൾ അതൊരു ബാരിയർ ആണ്. പിന്നെ സിംബൽസും സിഗ്നൽസും യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പം പ്ലസ് എന്ന് വരച്ചു, ഓക്കെ, അതിപ്പോ അഡീഷൻ ആണോ ഉദ്ദേശിച്ച, ഹോസ്പിറ്റലിന്റെ പ്ലസ് ആണോ, ചർച്ചിന്റെ പ്ലസ് ആണോ, അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാം, കൾച്ചറൽ ഡിഫറൻസുകൾ വരാം, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അപ്പൊ അതൊക്കെയാണ് സെന്റർ സൈഡിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ റിസീവർ ഓറിയന്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് റിസീവർ സൈഡിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റിസീവർ സൈഡിൽ വരുന്ന ബാരിയേഴ്സ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഓഫ് ദ റിസീവർ, റിസീവറിന്റെ അറ്റൻഷൻ, അതായത് ഒരാള് ഒരു കാര്യം പറയുമ്പം റിസീവർ അത് ശ്രദ്ധിച്ചിരിക്കണം. അല്ല ശ്രദ്ധിക്കാതെ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുവാണെങ്കിൽ എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്നിട്ട് അതിനകത്ത് ഇഷ്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ അറ്റൻഷൻ തന്നെ ഒരു മെയിൻ പോയിന്റ് ആണ്. ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ബാരിയർ ആണ്. കാരണം പ്രോപ്പർലി എത്തത്തില്ല. നമ്മളിപ്പം ഒരാൾ പറയുന്ന കാര്യം നന്നായി ലിസൺ ചെയ്താൽ മാത്രം, ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിസൺ ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ ആ എക്സാക്ട് എന്താണോ അവിടെ നിന്ന് വരുന്നത് നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ. സോ അറ്റൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റൻഷന്റെ ലാക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ബാരിയർ ആണ്. ഓക്കെ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വിശന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര തലവേദന എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വയ്യ, എന്തെങ്കിലും സുഖമില്ല എന്നുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സാഡ് ആണ്, ഇമോഷണൽ ആണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ബാരിയർ ആണത്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സെന്റർ, അപ്പൊ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ പറയുന്നതാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അത് കേട്ടിരിക്കും, ഫുൾ ഉൾക്കൊള്ളും അല്ലെ. പക്ഷെ അതേ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല, അവിടെയും ഇതൊരു ബാരിയർ ആണ്. സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സെന്റർ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇഷ്ടമുള്ള ഒരാളെ ഇഷ്ടമില്ലാത്ത ഒരാൾ. സോ നമ്മൾ സെന്ററിനെ നമ്മൾ എങ്ങനെ വാല്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ സെന്ററിന് നമ്മൾ എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ച് അതൊരു ബാരിയർ ആണ്. ഇപ്പം നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ സെന്ററിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു റിസീവർ ഓറിയന്റഡ് ബാരിയർ ആണ്. പിന്നെ ചാനൽ ഓറിയന്റഡ്, അപ്പൊ നമ്മൾ പറഞ്ഞ കുറെ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ റേഞ്ച് പ്രശ്നങ്ങൾ, നെറ്റ്വർക്ക് ഇഷ്യൂസ്, ഇപ്പം ഡിസ്പ്ലേ ഡിവൈസിലുള്ള ഇഷ്യൂസ്, ഇപ്പം റോങ് സെലക്ഷൻ ഓഫ് ദ ചാനൽ. ഇപ്പം സൂം മീറ്റിംഗ് യൂസ് ചെയ്യുന്ന ചിലർക്ക് അറിയായിരിക്കും, അതൊരു 40 minutes ആകുമ്പോൾ കട്ടായി പോകും അല്ലെ. അതൊരു ടെക്നിക്കൽ ചാനൽ ഇഷ്യൂ അല്ല. അപ്പൊ സൂമിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ആ 40 minutes കട്ടായി പോകുന്നത് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പം റോങ് സെലക്ഷൻ ആണ് ആക്ച്വലി സൂം എടുക്കുന്നത്. ഇപ്പം വളരെ കണ്ടിന്യൂറ്റി വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കട്ടായി പോകും, 40 minutes ഒരിക്കൽ കട്ടായി പോവുകയാണെങ്കിൽ അതൊരു ഗുഡ് സിറ്റുവേഷൻ അല്ലല്ലോ, അത് റോങ് സെലക്ഷൻ അല്ലേ അപ്പം വരുന്നത്. അപ്പൊ അതിന് പകരം ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അതേപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡിലിംഗ്, അതായത് ഇപ്പൊ മൈക്കൊക്കെ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾ ഒത്തിരി അടുപ്പിച്ച് പിടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി അകത്തി പിടിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ചാനലില്, മൈക്കാണ് അപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അല്ലെ, മൈക്കും സ്പീക്കറും. അപ്പൊ ആ മൈക്ക് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് വരുന്ന ഇഷ്യൂസ്, ഇപ്പൊ മൈക്കിലെ ബാറ്ററി പ്രോപ്പർ ആയിട്ട് മാറ്റിയിട്ടില്ല, അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡിലിംഗിൽ വരുന്നത്. പിന്നെ ഡിസ്ട്രാക്ഷൻ ഇൻ ദ പ്രോസസ്, നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിൽ വരുന്ന എന്തെങ്കിലും എന്താ പറയാ ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ അങ്ങനത്തെ പ്രോബ്ലംസോ ഒക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് ചാനൽ ഓറിയന്റഡ് ഇഷ്യൂസ്. ഓക്കെ, അപ്പം ബാരിയേഴ്സ് 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. സെന്റർ ഓറിയന്റഡ്, സെന്ററിന്റെ സൈഡിൽ വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. റിസീവർ ഓറിയന്റഡ്, റിസീവർ സൈഡിലുള്ള ബാരിയേഴ്സ്. ചാനൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചാനൽ, ഇപ്പം എന്താ ടെക്നിക്കൽ ആവാം, അത് മൈക്കൊക്കെ ആണെങ്കിൽ ടെക്നിക്കൽ ആവാം, സോഫ്റ്റ്വെയർസ് ആവാം. അപ്പൊ അവിടെ വരുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ ചാനൽ ഓറിയന്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത മെയിൻ കാര്യമാണ് ബാരിയേഴ്സ്. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, എപ്പോഴും നമുക്കറിയാം, എപ്പോഴും എല്ലാ കാര്യവും സ്മൂത്ത് ആയിട്ട് തന്നെ പോകണമെന്നില്ല, റൈറ്റ്? ദർ വിൽ ബി ഇഷ്യൂസ്, ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം?
വൺ ഇസ് കൺസ്ട്രക്റ്റീവ് എൻവയോൺമെന്റ്, അതായത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ റെഡി ആയിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു സജഷൻ വന്നാൽ നമ്മൾ അതിന്റെ ബേസിസിൽ ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിരിക്കുക. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ, എപ്പോഴും ചാനൽ ചൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയിരിക്കണം. എന്താണോ ആ സിറ്റുവേഷന് ആപ്റ്റ് അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. ആൻഡ് ഓൾവേസ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്താ പറയാ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ബി ഹാപ്പി വെൻ യു കമ്മ്യൂണിക്കേറ്റ്, ബി കോൺഫിഡൻറ്റ് ആൻഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷനിൽ ലിസണർ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരാള് എന്തെങ്കിലും കാര്യം പറയാൻ വന്നിരിക്കുമ്പോഴത്തേന് ഇയാൾ പറയാൻ വന്നിരുന്നു, നമുക്ക് ചിലപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരാറുണ്ട് അല്ലെ. അപ്പൊ അയാൾ ഇപ്പൊ നല്ലൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകും. പിന്നെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഒരുപാട് ഹാർഡ് ടഫ് വേർഡ്സ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര സാഹിത്യപരമായ ഫ്രേസസ് ഒന്നും. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഓഡിയൻസിനനുസരിച്ച്, ഇപ്പം എന്താ ലിറ്ററേച്ചർ ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ഓക്കെ ഫൈൻ, അവിടെ ആ ഒരു രീതിയിലുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി നൈസ്. പക്ഷെ അത് ഇതൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്, അവരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറെ സാഹിത്യം ലിറ്ററേച്ചർ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. സോ ദേ വാണ്ട് ഇറ്റ് ഇൻ എ ക്രിസ്പ് മാനർ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, എല്ലാവർക്കും മനസ്സിലാവുന്ന എളുപ്പമുള്ള വേർഡ്സും സെന്റൻസുകളും യൂസ് ചെയ്ത് സംസാരിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സംസാരിക്കുമ്പം പോസസ് കൊടുക്കുന്നത് കറക്റ്റ് സ്ഥലങ്ങളിലായിരിക്കണം. ആൻഡ് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ ഒരു ബുദ്ധിമുട്ട് വരും. സോ എപ്പോഴും നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഫ്രീ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നോളജ് ആണെങ്കിൽ പോലും ഇപ്പം കുറെ പോയിന്റ്സ് ഉണ്ട് പറയാനെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യരുത്, എന്താണോ പറയേണ്ടത് അത് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കുക. പ്രോപ്പർ ലിസണിങ് ബിഫോർ ഫീഡ്ബാക്ക്. വൺ ഓഫ് ദ മെയിൻ പോയിന്റ്, ലിസണർ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണത്. ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഫീഡ്ബാക്ക് പറയാൻ. അല്ലാതെ സംസാരിക്കുന്നത് ഫുൾ കേൾക്കാണ്ട് ഫുൾ മനസ്സിലാക്കാണ്ട് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ഫീഡ്ബാക്ക് ആയിരിക്കില്ല. അത് ചിലപ്പം ആ സെന്റർക്ക് ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമാവത്തേ ഉള്ളൂ. സോ അതിന് പകരം ഓൾവേസ് നന്നായി ലിസൺ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക. ഓക്കെ, സോ ഒന്നുകൂടെ ജസ്റ്റ് റിവൈസ് ചെയ്യാം. ബാരിയേഴ്സ്. സോ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എന്തെങ്കിലും നോയ്സസോ ഇന്ററപ്ഷൻസോ ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോയിനെ എഫക്ട് ചെയ്യും, ഇഫക്റ്റീവ്നെസ്സിനെയും എഫക്ട് ചെയ്യും. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവും. ഓക്കെ, 10 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്, 5. ഓക്കെ, ബാക്കി 5 ഓർത്ത് വെക്കുക. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സെൻഡർ, റിസീവർ, ചാനൽ ഓറിയന്റഡ്. എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ള പോയിന്റ്സ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ വാട്ട് ആർ ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഓപ്ഷൻ 1, moralizing, being judgmental and comments of consolation, dialogue, summary and self-review, use of simple words, cool reaction and defensive attitude, personal statements, eye contact and simple narration. അപ്പം ഇതില് എല്ലാത്തിനകത്തും 3 പോയിന്റ്സ് വെച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പം എല്ലാം നമ്മുടെ ആൻസറിന് സൂട്ടബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് തിങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. മോറലൈസിങ് ഒരു നല്ല കാര്യമാണോ? അല്ല. നമ്മൾ ഒരിക്കലും ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ മൊറാലിറ്റിനെ ചെയ്യാനോ അല്ലെങ്കിൽ മോറലൈസ് ചെയ്യാനോ പോകാൻ പാടില്ല. ബീങ് ജഡ്ജ്മെന്റൽ, അതും ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. കമന്റ്സ് ഓഫ് കൺസലേഷൻ, എന്താണ് എപ്പോഴും ഒരാൾ എന്തെങ്കിലും സാഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചോ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ഓവറായിട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക, കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, അതൊരു ഗുഡ് കാര്യമാണോ? ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദർ. മൂന്നും ബാഡ് കാര്യമാണ് അല്ലെ. സോ അതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് ഇത് 3. ഓക്കെ, സോ അതാണ് ആൻസർ. നമുക്ക് ബാക്കി പോയിന്റ്സും കൂടെ നോക്കാം. ഡയലോഗ്, വെരി ഗുഡ്, കാരണം രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷനിലെ വളരെ നല്ല കാര്യമാണത്. സമ്മറൈസ് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. സെൽഫ് റിവ്യൂ വളരെ നല്ല കാര്യമാണ്, റിവ്യൂ ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്യുന്നു. സോ അതുമല്ല ആൻസർ. യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ്, പിന്നെ ആ ഓപ്ഷൻ നോക്കുക വേണ്ട, കാരണം സെമാൻറ്റിക് ബാരിയർ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ്. കൂൾ റിയാക്ഷൻ, ഇപ്പൊ ഒരാൾ ഒരു കമന്റ് പറഞ്ഞാലൊക്കെ കൂൾ റിയാക്ഷനോ. ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഒരു പോയിന്റ് പറഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതൊരു ബാഡ് കാര്യമാണ്. പക്ഷെ
ഇത് രണ്ടും ഗുഡ് ആയതുകൊണ്ട് ആ ഓപ്ഷൻ അല്ല. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്സ്, ഐ കോണ്ടാക്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററിനെ സംബന്ധിച്ച്. എപ്പോഴും മുഖത്ത് നോക്കി സംസാരിക്കുന്ന അല്ലെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളുകൾക്ക് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും, അവർ പറയുന്ന കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതേപോലെ സിമ്പിൾ നറേഷൻ, വെരി ഗുഡ്, അതായത് അതും ഒരു സെമാൻറ്റിക് സൈഡാണ് വരുന്നത്. സോ അതും ഗുഡ് കാര്യമാണ്. സോ ഇത് രണ്ടുമല്ല ആൻസർ. ദി ആൻസർ ഇസ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഇസ് a major barrier in the transmission of cognitive data in the process of communication is an individual's. Okay, try this question. Cognitive data transmission വരുന്ന ഒരു ബാരിയർ എന്താണ്? ഓക്കെ, കോഗ്നിറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ. സോ വാട്ട് ആർ ഇറ്റ് ഇസ്? അതിൽ വരുന്ന ഒരു ബാരിയർ എന്താണ്? എ മേജർ ബാരിയർ ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് കോഗ്നിറ്റീവ് ഡേറ്റ ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ആൻ ഇൻഡിവിജ്വൽസ്. ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരാളൊരു കാര്യം പറയുന്നു, ഓക്കെ, ഒരു ഡേറ്റ വേറൊരാളോട് പറയുന്നു. ഇതിൽ ഏതായിരിക്കും അത് മനസ്സിലാക്കാനുള്ളതിൽ വരുന്ന ഏറ്റവും മേജർ ബാരിയർ എന്ന് പറയുന്നത്? എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാം. ഇപ്പം എക്സ്പെക്ടേഷൻസ് ഇയാൾക്ക് ഉണ്ടാവാം, ഇയാൾ എന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ ആ എക്സ്പെക്ടേഷൻസ് അല്ല, ആ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തില്ല എങ്കിൽ പോലും ഇയാൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായാൽ ഹീ ക്യാൻ അക്സെപ്റ്റ്, അല്ലെ? മനസ്സിലായാൽ ഹീ ക്യാൻ അക്സെപ്റ്റ്. അതേപോലെയാണ് സോഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പം ഇയാൾ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ അതിന് വ്യക്തതയുണ്ട്, ഇയാൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കി എടുക്കാനും പറ്റിയാൽ എന്തോ ആ സോഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലം പോലും ഓവർകം ആകും. അതേപോലെയാണ് പേഴ്സണാലിറ്റി ഒരു വലിയ പ്രശ്നമല്ലേ? ഇപ്പം സോ വാട്ട് എവർ ദിസ് സെൻഡർ കമ്മ്യൂണിക്കേറ്റ്സ്, ഈ റിസീവർക്ക് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ക്ലിയർ ആക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ സക്സസ് ആണ്. സോ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് കോഡിങ് എബിലിറ്റിയാണ്. അതായത് മനസ്സിലാക്കി എടുക്കണം, ഇയാൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി എടുക്കണം. സോ അതാണ് കോഡിങ് എബിലിറ്റിയാണ് ഏറ്റവും വലിയ ബാരിയർ എന്ന് പറയുന്നത്. ബാക്കി സോഷ്യൽ ബാരിയേഴ്സും ഒക്കെ ഇരുന്നോട്ടെ, ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ വന്നോട്ടെ, ആ വ്യക്തി പറയുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ, ആ കോഡിങ് എബിലിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ആ ഒരു ബാരിയർ അവിടെ അവോയ്ഡ് ആയി കിട്ടും. ഓക്കെ, സോ ദി ആൻസർ ഇസ് എ, കോഡിങ് എബിലിറ്റി. In communication, a major barrier to reception of messages. മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ വരുന്നൊരു മേജർ ബാരിയർ എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് ഇങ്ങനെ നോക്കാം. ഫസ്റ്റ് ഇസ് ഓഡിയൻസ് എഡ്യൂക്കേഷൻ. ഇപ്പം പല എഡ്യൂക്കേഷനിലുള്ള ആളുകൾ വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ കേൾക്കണം എന്നുള്ള ഒരു പോയിന്റിലാണ് പോയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നന്നായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ മെസ്സേജ് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെയാണ് ഇൻകം. എന്തായിക്കോട്ടെ നമ്മുടെ ഇൻകം സ്റ്റാറ്റസ്, നമ്മുടെ ആനുവൽ ഇൻകം എന്തായിക്കോട്ടെ, നമുക്കൊരു കാര്യം കേൾക്കണം, അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ അതിനെ റിസീവ് ചെയ്യും ആ മെസ്സേജിന്. അതേപോലെയാണ് നോളജ്. നമുക്കൊരു കാര്യത്തെപ്പറ്റി അറിവ് കുറവാണെങ്കിൽ പോലും ആ വ്യക്തി പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണ്? കേൾക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഐ ആം റെഡി ടു അക്സെപ്റ്റ് അല്ലെങ്കിൽ ഐ ആം റെഡി ടു ലിസൺ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല, അയാൾ എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മൾ മനസ്സിലാക്കാൻ പോകത്തില്ല. സോ ദ മെയിൻ തിങ് ഇസ് ഓഡിയൻസ് ആറ്റിറ്റ്യൂഡ്. സോ ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഒരു ബാരിയർ ഇഷ്യൂ ആണെങ്കിൽ അതൊരു മെയിൻ ബാരിയർ ആയിരിക്കും. സോ അതുകൊണ്ടാണ് മേജർ ബാരിയർ എന്ന് പറഞ്ഞത്. An example of physiological noises. Physiological noise. Yeah, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. ഫീലിംഗ് ഹംഗ്രി, വെരി ഗുഡ്. ഓക്കെ, സോ എയർ കണ്ടീഷൻ യൂണിറ്റ് ഒക്കെ ഫിസിക്കൽ ആണ്, ലോൺ മൂവർ ഫിസിക്കൽ ആണ്, സ്പീക്കർ യൂസിങ് കോംപ്ലെക്സ് ടേംസ് സെമാൻറ്റിക് ആണ്. സോ ആൻസർ ഇസ് ഫീലിംഗ് ഹംഗ്രി. അത് നമ്മുടെ ഒരു ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ഇഷ്യൂ ആണല്ലോ. സോ ഫിസിക്കൽ, ഫീലിംഗ് ഹംഗ്രി. A speaker using complex terms is an example of. Just direct question ആണ്. Yes, answer is semantic noise. Semantic noise ആണ് നമ്മൾ കോംപ്ലെക്സ് ടേംസ് ബേസ്ഡ്.
ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ബോഡി റിലേറ്റഡ്, സൈക്കോളജിക്കൽ ഇമോഷൻ റിലേറ്റഡ്, ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിലേറ്റഡ്. സോ സെമാൻറ്റിക് ആണ് ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ് റിലേറ്റഡ്. കോംപ്ലക്സ് ടേംസ് ഒക്കെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലേ. സോ അതുകൊണ്ടാണ് സ്പീക്കർ യൂസിങ് കോംപ്ലക്സ് ടേംസ് സെമാൻറ്റിക് നോയ്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.